ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ മംഗല്യവരദായിനിയായ ശ്രീ പാർവതി ദേവിയുടെ നടത്തുറപ്പ് മഹോത്സവം 2026 ജനുവരി 2 വെള്ളി രാത്രി 8 മണി മുതൽ ജനുവരി 13 ചൊവ്വ രാത്രി 8 മണി വരെ. ഉമാമഹേശ്വരന്മാർ അനഭിമുഖമായി ഒരേ ശ്രീകോവിലിൽ വാണരുളുന്ന ഈ ക്ഷേത്രത്തിൽ മഹാദേവന്റെ തിരുനട തുറന്ന് വർഷത്തിൽ എല്ലാ ദിവസവും ദർശനം ലഭിക്കുമെങ്കിലും ശ്രീ പാർവതി ദേവിയുടെ തിരുനടയിൽ വർഷത്തിൽ 12 ദിവസം മാത്രമേ ദർശനം ലഭിക്കൂ എന്നത് ഈ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ക്ഷേത്ര ദർശനത്തിനായി സാധാരണ ക്യൂ കൂടാതെ വെർച്വൽ ക്യൂ ബുക്കിംഗ് സംവിധാനവും ഉണ്ടായിരിക്കുന്നതാണ്. വെർച്വൽ ക്യൂ ബുക്കിംഗ് ഡിസംബർ 16 മുതൽ ആരംഭിക്കുന്നു. ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യാനായി സന്ദർശിക്കുക www.thiruvairanikkulam.org. കാർണിവൽ മാരത്തോണുമായി എറണാകുളം ലയൺസ് ക്ലബ്ബ് സഹകരിക്കും. കൊച്ചിൻ കാർണിവലിനോടനുബന്ധിച്ച് സിറ്റിസൺ ഫോർട്ട് കൊച്ചിയും ഗൗതം ആശുപത്രിയും മറ്റ് സംഘടനകളും ചേർന്ന് 28-ന് നടത്തുന്ന കാർണിവൽ മാരത്തോണുമായി എറണാകുളം ലയൺസ് ക്ലബ്ബ് സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും മാരത്തോൺ വമ്പിച്ച വിജയമാക്കാൻ ലയൺസ് ക്ലബ്ബ് അതിന്റെ ബന്ധങ്ങൾ പ്രയോജനപ്പെടുത്തുമെന്നും ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എറണാകുളം ലയൺസ് ക്ലബ്ബിന്റെ പ്രസിഡന്റ്. എറണാകുളം ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് 318C-യുടെ 175 ക്ലബ്ബുകളിലും ഒന്നാണ്. എറണാകുളം ലയൺസ് ക്ലബ്ബ് ഈ വർഷം 2025 50 വർഷം ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഒരു വർഷമാണ്. 1975 ഒറിജിനേറ്റ് ചെയ്ത ക്ലബ്ബാണ്. അപ്പം ഞങ്ങളുടെ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻസിന്റെ ഭാഗമായിട്ട് സിറ്റിസൺസ് ഓഫ് ഫോർട്ട് കൊച്ചി 19 വർഷമായിട്ട് നടത്തി വരുന്ന മാരത്തൺ, അത് കൊച്ചിൻ കാർണിവലിന് മുന്നോടിയായിട്ട് ഈ വർഷം ഞങ്ങളും കൂടെ അതിനകത്ത് ഒരു ഗുഡ്വിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനം. 50 വർഷം പൂർത്തിയാവുന്ന ക്ലബിന്റെ സാമൂഹ്യക്ഷേമ പദ്ധതികളുടെ ഭാഗമാണിതെന്നും അവർ പറഞ്ഞു. ഞങ്ങളുടെ ക്ലബ്ബ് 1975 ഓഗസ്റ്റിൽ ചാർട്ടർ ചെയ്തതാണ്. 50 വർഷമാണ്. ഞങ്ങളുടെ ആസ്ഥാനം ഉദയ കോളനിയിലാണ്, ഗാന്ധിനഗറിലെ ഉദയ കോളനി. അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ പാവപ്പെട്ട ആൾക്കാർ താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ അത്ര അല്ല, കാര്യങ്ങളൊക്കെ മാറി. 1988 ഞങ്ങളുടെ ആസ്ഥാനം ഒരു ക്ലബ്ബ് അവിടെ പണിത്. അന്ന് ഞങ്ങളവിടെ ചെന്ന് കഴിയുമ്പോഴൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ആൾക്കാർ ഞങ്ങളെ ചീത്ത വിളിക്കുന്ന ഒരു അവസരമൊക്കെ ആയിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി ആ കോളനി ഒന്ന് ഡെവലപ്പ് ചെയ്യുക. എന്നിട്ട് ഞങ്ങൾ സ്വീകരിച്ച ഒരു മാർഗം ക്യാഷ് ദം യങ്. വേറൊന്നുമല്ല, അവിടുത്തെ കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള പഠന സഹായങ്ങൾ അവർക്ക്. ലഹരിക്കെതിരെ കുട്ടികളിൽ അവബോധമുണ്ടാക്കാനും ക്ലബ്ബ് ശ്രമിക്കുന്നുണ്ട്. മാരത്തോണിൽ പങ്കെടുക്കുന്നതുകൊണ്ട് എല്ലാ പ്രായക്കാർക്കും ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കാൻ സമൂഹത്തെ പ്രേരിപ്പിക്കുകയാണ് ലക്ഷ്യമിടുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ലയൺസ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ടി എ വർക്കി, ക്ലബ്ബ് പ്രസിഡന്റ് ജോസഫ് മാത്യു, ജെയ്സൺ പീറ്റർ, ഡോക്ടർ ശ്രീറാം ചന്ദ്രൻ, ഭരത് എൻകോന, ക്യാപ്റ്റൻ മോഹൻദാസ് തുടങ്ങിയവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. 5:45 തന്നെ അവിടെ ആൾക്കാരെല്ലാം ഉണ്ടാവും. അതിന് 5:45 മറ്റേ സുംബ സ്റ്റാർട്ട് ചെയ്യും. 6 മണിക്ക് നമ്മുടെ MLA ഫ്ലാഗ് ഓഫ് ചെയ്യും. ഫസ്റ്റ് 21 കിലോമീറ്റർ ഫ്ലാഗ് ഓഫ് ചെയ്യും. അതിനുശേഷം 6:30 അടുത്ത റൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 12 ആണ്. അത് നമ്മുടെ കോസ്റ്റ് ഗാർഡിന്റെ DGP അസിസ്റ്റന്റ് മേൽഹോത്ര എല്ലാ സംവിധാനങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട്. കൂടാതെ ലയൺസ് ക്ലബിന്റെ 50th, ഞാനൊരു ലയണിന്റെ ഒരു ഭാഗമായിരുന്ന ഒരാളെന്നുള്ള നിലയിൽ ലയൺസിന്റെ 50th ആനിവേഴ്സറിയും കൂടി ആഘോഷിക്കുമ്പോൾ സിറ്റിസൺ ഫോർ ഫോർട്ട് കൊച്ചിയായിട്ട് ഇടകലർന്നുകൊണ്ട് ആ സംരംഭം ഏറ്റവും ഉജ്ജ്വലമായി മാറ്റാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവും. ന്യൂസ് ബ്യൂറോ, തോപ്പമ്പടി.